ലീബ്ര ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ജൂലൈ മാസത്തിൽ ഒരു വലിയ തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഈ ചോയ്സ് വരണത്, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് കുറേ ഒരു ടെംപ്റ്റിംഗ് ഓഫറാണ്. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ആക്ച്വലി, നിങ്ങൾക്ക് എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കണ്ടിരിക്കണേ നിങ്ങളുടെ റീഡിങ്ങിൽ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. എന്താണ് ഗൈഡൻസും മെസ്സേജ് പറയണമെന്ന് നമ്മൾക്ക് അതും നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണേ നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, ഇത് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ മെസ്സേജസ് ആണ്. എന്താണ് മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു സെഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് പേ ചെയ്തിട്ട് ഒരു പേഴ്സണൽ സെഷൻ ബുക്ക് ചെയ്യാം. എൻ്റെ വാട്സാപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്. നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്താൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. പിന്നെ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ബുക്കിംഗ് ചെയ്യാം. ഇത് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ ഓവറോൾ എനർജി വന്നിരിക്കണ ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, ഈ മാസം നിങ്ങൾ എന്തോ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണ എനർജിയിൽ ഞാൻ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ജഡ്ജ്മെൻറ്റ് പാസ്റ്റിൻ്റെ സിറ്റുവേഷന് നിങ്ങൾ ലെസൺ ലേൺ ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോകണ എനർജിയാണ് ഇത്. അപ്പോൾ എന്തോ ഒരു വലിയ മാറ്റം വരണത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ജഡ്ജ്മെൻറ്റ് ഒരു ഡെസ്റ്റിൻഡ് ചേഞ്ച് ആണ്. ഓക്കെ, അപ്പം ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു പാസ്റ്റിൻ്റെ സിറ്റുവേഷനെ കുറിച്ചാണ് നിങ്ങൾ ഒരു ജഡ്ജ്മെൻറ്റ് കോൾ എടുക്കാൻ പോകണം, ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാൻ പോണത്. നിങ്ങളുടെ പാസ്റ്റിന് ഏതൊരു പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ ഞാൻ കുറേ ഒരു ഷോക്കിംഗ് ചേഞ്ചാണ് കാണുന്നത്. ഈ ഷോക്കിംഗ് ചേഞ്ച് എന്താന്ന് ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരണത് അത് നിങ്ങൾക്കൊരു ഷോക്കായിരിക്കും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഈ പേഴ്സൺ സഡൻലി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഞാൻ കാണുന്നത് നിങ്ങൾ മുമ്പത്തെ മാതിരി അത്ര അറ്റാച്ച്ഡ് അല്ല. കുറേ പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ഇവരുടെ കൂടെ പെരുമാറണത്. മുമ്പേ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ, മുമ്പേ കുറേ അറ്റാച്ച്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ കൂടിയും ഒരു പ്രാക്ടിക്കൽ എനർജിയിലാണ്. ഓക്കെ, പാസ്റ്റിൽ ഞാൻ കാണുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കണേ. അപ്പോൾ പാസ്റ്റിലും നിങ്ങൾ ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയിലായിരുന്നു. ഫിനാൻഷ്യലി നല്ല സമയമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറേ സക്സസ് ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിൽ. ട്രാവൽ കാണുന്നുണ്ട്, മുമ്പോട്ടേക്ക് പോകുന്ന എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അതല്ലാണ്ട് കരിയറിലും ബാക്കി എല്ലാം കാര്യത്തിലും നിങ്ങൾക്ക് കുറേ സക്സസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കുറേ ഗ്രോ ചെയ്തിരിക്കണു. നിങ്ങൾ കുറേ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. പാസ്റ്റിൽ കുറേ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാസം ഈ ഒരു സഡൻ വരവ് ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്ക് ഷോക്ക് ചെയ്യണത്. എന്താ വെച്ചാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഈ പേഴ്സൺ തിരിച്ചു വരണേ. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേട്ടിട്ട് എന്തോ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ നോക്കുകയാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, എന്തോ ഒരു പുതിയ തുടക്കം ഇല്ല വെച്ചാൽ പഴയത് എവിടേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. പക്ഷെ ഞാൻ കാണുന്നത് ഫൈനലി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ അതാണ് ഫോളോ ചെയ്യാൻ പോണത്. ഡെവിൽ എനർജി ഇവിടെ എന്തോ ഒരു ടെംപ്റ്റിംഗ് എനർജി കാണാണ്ട്. അപ്പോൾ ഈ പാസ് പേഴ്സൺ തിരിച്ചു വരണത് അത് കുറേ ഒരു ടെംപ്റ്റിംഗ് എനർജി ആണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ പേഴ്സൻ്റെ കൂടെ ഒരു കുറേ ഹിസ്റ്ററി ഉണ്ട്, ഒരു പാസ്റ്റ് ഉണ്ട്. അതിന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കണു. എന്നാലും എന്തോ ഇവിടെ നിങ്ങളെ അതിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ടെംപ്റ്റേഷൻ നിങ്ങൾക്കുണ്ട്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ എന്തോ ഒരു ഇമോഷണൽ കണക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 2 ഓഫ് കപ്സ് ആണ്.
2 ഓഫ് കപ്സ് ഇവിടെ ലവിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് സോഡ്സ്. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ഇമ്പൾസീവ് എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഉടനെ ഒരു തീരുമാനം എടുക്കണം എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾക്ക് സമയം എടുത്തിട്ട് മെല്ലെ ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കുക. എന്താ വെച്ചാൽ ഇവിടെ ഞാനൊരു ഫിയറിൻ്റെ എനർജി കാണുന്നുണ്ട്, പേടിയുടെ എനർജി. ഇവിടെ അഡ്വൈസും വന്നിരിക്കണ എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. പക്ഷേ ഈ പുതിയ തുടക്കത്തിൽ നിന്ന് നിങ്ങൾ മുമ്പേ വാക്ക് അവേ ചെയ്തതാണ്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി അല്ലാത്തതുകൊണ്ട് ആ സിറ്റുവേഷനിൽ മാറി നിന്ന് എനർജിയാണ് ഇത്. അപ്പോൾ ഇത് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് ഒരു റിഗ്രറ്റിൻ്റെ കാരണമാണോ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടത്? എന്താ വെച്ചാൽ നമ്മളുടെ ലൈഫിൽ എപ്പോഴും ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് അതൊരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണും അതിനെ. പക്ഷേ നമ്മൾ പോണത് അവരുടെ അടുത്തേക്ക് എന്തുകൊണ്ടാണ്? അതൊരു പേടിയുടെ കാരണമാണോ? എന്താ വെച്ചാൽ നമ്മൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? അതല്ല വെച്ചാൽ വേറൊരു പുതിയ പേഴ്സണിനെ മീറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ ഇപ്പോൾ ആദ്യം ഇത് ശരിയാവോ ഇല്ലേന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ഒരു കംഫർട്ട് സോണിൽ പോകാനുള്ള തീരുമാനം അതുകൊണ്ടാണോ എടുക്കണത്? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊരു ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഹാപ്പി ആയിരുന്നില്ല, അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ തന്നെ സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടത്? അപ്പോൾ ഇവിടെ സർപ്രൈസ് ഫാക്ടറിൽ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഓൾറെഡി നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കണു. നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പുതിയ പേഴ്സൺ ഉണ്ടാവാം. അപ്പോഴാണ് ഈ പാസ്റ്റിൻ്റെ പേഴ്സൺ വരണേ. അതുകൊണ്ട് കുറേയും കൂടിയും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അത് ഏത് ഡിറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന്. എന്തുകൊണ്ടാണ് ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇത്ര ടെംപ്റ്റഡ് ആവണേ? അപ്പോൾ ഇവിടെ ഫുൾ എനർജി കാണാണ്ട്, ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി കാണാണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ഡെസ്റ്റിനിയുടെ കാർഡ് ഇവിടെ കാണുന്നുണ്ട്. ഇതൊരു ഡെസ്റ്റിൻഡ് മീറ്റിംഗ് ആണ്, എന്തോ ഒരു ഡെസ്റ്റിൻഡ് ഇവൻ്റ് ആണ്. ഇത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വരണ ഇവൻ്റ് ആണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണത് തന്നെ ഒരു ടെസ്റ്റായിട്ടാണ് വരണേ. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ സൂക്ഷിച്ചിട്ട് വേണം തീരുമാനം എടുക്കുക. ഇവിടെ സ്ട്രെങ്ത് എനർജി വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ കാർഡാണത്. ആൻഡ് വേൾഡ് ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും, മൂവ് ഓൺ ചെയ്യണോ, ഞാനൊരു ശരിയായി തീരുമാനം എടുക്കുമോ, അതൊക്കെ ഒരു പേടിയാണ്. ഇല്യൂഷൻസും കുറേ ഉണ്ട്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ തീരുമാനം എടുക്കണത് കുറേ സൂക്ഷിച്ചിട്ട് വേണം. ക്ലിയർ ആവാണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് ചിലപ്പോൾ ശരിയാവില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് വന്നിരിക്കണേ? ഡിവൈൻ സെൽഫ്, ഇൻറ്റ്യൂഷൻ, ബാലൻസ്, കണക്ഷൻ, സ്പിരിറ്റ്. കളർ ഓറഞ്ച് ഇവിടെ കുറേ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഹാവ് കോൺഫിഡൻസും വന്നിട്ടുണ്ട്. സ്ട്രെങ്ത്, ബാലൻസ്, പ്രിപ്പയർഡ്, ട്രാങ്ക്വിൽ. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിലാ കോൺഫിഡൻസ് വേണം. നിങ്ങൾക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു വെച്ചാൽ ആ ഡിസിഷനിൽ നിൽക്കേണ്ട കോൺഫിഡൻസ് വേണം. അതുമാത്രമല്ല ഇവിടെ ഒരു ഇൻറ്റ്യൂഷൻ്റെ എനർജിയും വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.